ഹരേ രാമ ഹരേ രാമ. ഇന്ന് കർക്കിടകം 9. അയോധ്യയിൽ തിരിച്ചെത്തുന്ന സുമന്ത്രർ ദശരഥനെ കണ്ട് ശ്രീരാമന്റെ കാനനയാത്രയുടെ വൃത്താന്തങ്ങളെല്ലാം അറിയിക്കുന്നു. എല്ലാം കേട്ട ദശരഥൻ പാപിയായ അച്ഛനാണല്ലോ താൻ എന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം പണ്ട് തനിക്ക് കിട്ടിയ ശാപമാണ്. ആ ശാപത്തിന്റെ കഥ കൗസല്യയോട് പറയുന്നു. പണ്ട് ദശരഥൻ കാനനത്തിൽ നായാട്ടിന് പോയപ്പോൾ രാത്രിയിൽ ഒരു നദീതീരത്ത് വെച്ച് ആന വെള്ളമെടുക്കുകയാണെന്ന് കരുതി അമ്പ് ചെയ്തപ്പോൾ അത് ചെന്ന് തറച്ചത് ഒരു മുനികുമാരനിലായിരുന്നു. മുനികുമാരന്റെ നിലവിൽ കേട്ട് തെറ്റ് മനസ്സിലാക്കിയ ദശരഥൻ മുനികുമാരന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. വൃദ്ധരായ തന്റെ മാതാപിതാക്കൾക്ക് ദാഹജലം എടുക്കാനായി വന്നതായിരുന്നു ആ മുനികുമാരൻ. ദശരഥന്റെ ഈ തെറ്റുമൂലം വൃദ്ധരായ ആ മാതാപിതാക്കൾക്ക് തങ്ങളുടെ ഒരേ ഒരു ആശ്രയമായ മകനെ നഷ്ടപ്പെട്ടു. അങ്ങനെ പുത്രവിയോഗത്താൽ മനംനൊന്ത ഒരു പിതാവിന്റെ ശാപത്തിനിരയാകേണ്ടി വന്നു ദശരഥന്. നീയും ഇതുപോലെ പുത്രദുഃഖം കൊണ്ട് മരിക്കാനിടയാവട്ടെ എന്നായിരുന്നു ആ ശാപവാക്കുകൾ. ഇതാ എന്റെ മരണത്തിനുള്ള സമയമായി, ഞാനും അതേ ദുഃഖത്തിൽ മരിക്കാൻ പോവുകയാണ്. ഹേ രാമ രാഘവ എന്ന് വിലപിച്ചുകൊണ്ട് ദശരഥൻ ഇഹലോകവാസം വെടിഞ്ഞു. ഇത് കണ്ട പത്നിമാർ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അത് കേട്ട് വസിഷ്ഠരും സുമന്ത്രരും എല്ലാവരും ഓടിയെത്തി. വസിഷ്ഠൻ ദശരഥന്റെ ദേഹം എണ്ണത്തോണിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. കൂടാതെ കേകയ രാജ്യത്ത് നിന്നും ഭരതനെയും ശത്രുഘ്നെയും എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാനും ആവശ്യപ്പെട്ടു. കേകയ രാജ്യത്ത് നിന്നും ഭരത ശത്രുഘ്നന്മാർ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് വരാൻ പറഞ്ഞതിന്റെ കാരണം എന്തെന്നുള്ള ആശങ്കയിലാണ് ഭരതൻ. അയോധ്യയിലെത്തി നേരെ മാതാവിനെ കണ്ട് ഭരതൻ വണങ്ങി. തുടർന്ന് പിതാവിനെ അന്വേഷിച്ച ഭരതനോട് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന സത്യം കൈകേയി പറഞ്ഞു. അത് കേട്ട് സങ്കടപ്പെട്ട് തളർന്നു വീണ ഭരതൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എന്നെയും ഈ രാജ്യത്തെയും ശ്രീരാമന്റെ കയ്യിലേൽപ്പിക്കാതെ അങ്ങ് എങ്ങനെയാണ് പോയത്? ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? മരണസമയത്ത് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ഭരതൻ കൈകേയിയോട് ചോദിച്ചു. മറുപടിയായി കൈകേയി പറഞ്ഞു, ഹേ രാമ രാഘവ ജാനകി അങ്ങനെ വിലപിച്ചുകൊണ്ടാണ് അച്ഛൻ മരിച്ചത്. ഭരതന് സംശയമായി. അപ്പോൾ അച്ഛന്റെ മരണസമയത്ത് ജ്യേഷ്ഠനും സീതാദേവിയും അടുത്തുണ്ടായിരുന്നില്ലേ? ഇത് കേട്ടപ്പോൾ കൈകേയി പറഞ്ഞു, പിതാവ് ശ്രീരാമനെ രാജാഭിഷേകം നടത്താൻ തുനിഞ്ഞപ്പോൾ ഞാൻ അത് തടഞ്ഞു. രാജ്യം നിനക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല ശ്രീരാമന് 14 വർഷം കാനനവാസവും ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ക്രോധം കൊണ്ട് ജ്വലിച്ച ഭരതൻ അമ്മയെ ദഹിപ്പിക്കുമാറ് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരു അമ്മയാണോ? നിങ്ങൾ ദുഷ്ടയാണ്, അച്ഛന്റെ കൊലപാതകയാണ്. നിങ്ങളുടെ ഗർഭത്തിൽ ഞാൻ ജനിച്ചു എന്നത് പോലും ഞാനൊരു മഹാഭാവിയാവാൻ കാരണമായി. അങ്ങനെ പലതും പറഞ്ഞു വിലപിച്ചുകൊണ്ട് ഭരതൻ കൗസല്യയുടെ അടുത്തേക്ക് പോയി. കൗസല്യയെ കണ്ടതും കാൽക്കൽ വീണ് കരയാൻ തുടങ്ങി. കൗസല്യപുത്രനെ സ്നേഹത്തോടെ ആശ്ലേഷിച്ചു. മാതാവേ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് രാജ്യവും വേണ്ട. എല്ലാം കൈകേയി മാതാവ് കാരണമാണ് സംഭവിച്ചത്. കൗസല്യ ഭരതനെ സമാധാനിപ്പിച്ചു. തുടർന്ന് വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അച്ഛന് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം ഭരതൻ ചെയ്തു. ശ്രീരാമനെ കുറിച്ചോർത്ത് ഭരതൻ ദിവസങ്ങൾ തള്ളി നീക്കി. ഒരു ദിവസം വസിഷ്ഠൻ ഭരതനെ കണ്ട് രാജാഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠനില്ലാത്ത രാജ്യം എനിക്ക് വേണ്ട. എന്റെ ജ്യേഷ്ഠൻ മാത്രമാണ് ഈ രാജ്യത്തിന്റെ അവകാശി. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ മാത്രമാണ്. ഉടൻ തന്നെ ഞങ്ങൾ രണ്ടുപേരും ജടാവൽക്കരം ധരിച്ച് ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് നിലത്ത് കിടന്നുറങ്ങി ജീവിക്കാൻ പോവുകയാണ്. ജ്യേഷ്ഠനില്ലാത്തതൊന്നും ഞങ്ങൾക്കും ആവശ്യമില്ല. മാത്രമല്ല ഞാൻ നാളെ കാനനത്തിലേക്ക് പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ഭരതൻ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാൻ കാനനത്തിലേക്ക് പുറപ്പെടുകയാണ്. ആന, തേര്, കുതിരപ്പട, വസിഷ്ഠൻ, അരുന്ധതി ദേവി, മന്ത്രിമാർ, മുനിമാർ, മറ്റെല്ലാ പ്രജകളും, കൈകേയി ഒഴികെ മറ്റെല്ലാ മാതാക്കളും എല്ലാവരും ഒത്താണ് യാത്ര പുറപ്പെടുന്നത്. അവരുടെ യാത്ര ഗുഹന്റെ രാജ്യത്തെത്തി. വിവരമറിഞ്ഞ ഗുഹൻ ഭരതനെ കാണാൻ ചെന്നു. കാര്യം തിരക്കിയപ്പോൾ ഗുഹൻ മനസ്സിലായി ശ്രീരാമദേവനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഈ പടയോടെ എത്തിയിരിക്കുന്നതെന്ന്. ഭരതൻ ഗുഹനോട് ശ്രീരാമൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. ചിത്രകൂടാചലത്തിലാണെന്ന് ഗുഹൻ മറുപടി പറഞ്ഞു. ഗംഗ കടന്നു വേണം അങ്ങോട്ട് പോകാൻ. ഗുഹൻ എല്ലാവരെയും കൊണ്ടുപോകാനുള്ള തോണികൾ വരുത്തി. ഗംഗ കടന്ന് അവർ ഭരദ്വാജാശ്രമത്തിലെത്തി. ഇന്നത്തെ കഥാസാരം ഇവിടെ നിർത്തുന്നു. ഹരേ രാമ ഹരേ രാമ.